നമസ്കാരം. നമ്മളിപ്പോൾ നിൽക്കുന്നത് തജ്രിഷ് മെട്രോ സ്റ്റേഷനിലാണ്. ഈ തജ്രിഷ് എന്ന് പറയുന്നത് ഇറാൻ്റെ തലസ്ഥാനമായിട്ടുള്ള ടെഹ്റാൻ്റെ അടുത്ത് കിടക്കുന്നൊരു വലിയൊരു ടൗണാണ്. ഇപ്പോൾ ഞാൻ തജ്രിഷ് മെട്രോ സ്റ്റേഷനിൽ ട്രെയിനിൽ വന്നിറങ്ങിയിരിക്കുകയാണ്. നമുക്ക് വെളിയിലേക്ക് പോയേക്കാം. ഇവിടെയുള്ള അണ്ടർഗ്രൗണ്ട് മെട്രോ ആണ്. വലിയ നീളത്തിലുള്ള എസ്കലേറ്റർ കയറി നമ്മൾ മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ടൗണിലാണ് തജ്രിഷ് ബാസാറ്. വലിയ ബാസാറാണ്. മെട്രോ സ്റ്റേഷനിൽ നിന്ന് വന്നിറങ്ങുമ്പോഴേ കാണാം റോഡ് സൈഡിലെല്ലാം നിറച്ച് പലതരത്തിലുള്ള കച്ചവടങ്ങളാണ് നടക്കുന്നത്. ഈ ഭാഗത്തെല്ലാം ഭയങ്കര തിരക്കാട്ടോ, എപ്പോഴും ആളാണ്. പലതരത്തിലുള്ള തുണിത്തരങ്ങളെല്ലാം ഇടത് സൈഡിൽ അടുക്കി വെച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ വലത് സൈഡിലും എല്ലാം ഉണ്ട്. ഫ്രൈഡ് ഐറ്റംസൊക്കെയാണ് വലത് സൈഡിൽ കണ്ടത്. ബാഗുകൾ. ഈ സൈഡിൽ പച്ചക്കറിയൊക്കെ വെച്ചിട്ടുണ്ട്. ഭയങ്കര ഫ്രഷായിട്ടുള്ള പച്ചക്കറിയൊക്കെ വെച്ചിരിക്കുന്നത്. ഇവിടെയെല്ലാം ബനിയനും വിൻ്റർ ക്ലോത്ത്സാണ് ഇവിടെ ഏറ്റവും കൂടുതൽ. എന്നുവെച്ചാൽ ഭയങ്കര തണുപ്പാണ് ഇവിടെ. ഈ സമയത്ത് നല്ല തണുപ്പുണ്ട് കേട്ടോ. പിന്നെ പെർഫ്യൂംസ്, ബെൽറ്റുകളൊക്കെ ഒറിജിനൽ ലെതർ ബെൽറ്റുകളാണ്. ഇവിടെ ഏറ്റവും കൂടുതലായിട്ട് കാണുന്ന തുണിക്കടകളാണ്. മോഡേൺ ടൈപ്പിലുള്ള ക്ലോത്ത്സാണ് ഇവിടെ എല്ലാവരും യൂസ് ചെയ്യുന്നത്. ഈ സൈഡിലായിട്ട് നിറച്ച് വളരെ വില കുറച്ച് വിൻ്റർ ക്ലോത്ത്സും ടീഷർട്ടും ഒക്കെ കൂട്ടിയിട്ടിട്ടുണ്ട്. നമുക്കിവിടെ വീഡിയോ എടുക്കുന്നതിനൊക്കെ ഒരു ലിമിറ്റ് ഉണ്ട് കേട്ടോ. സെൽഫിയൊക്കെ എടുക്കുന്നതിന് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ പോലീസുകാർ ഓടി വരും. വീഡിയോ എടുക്കാൻ പറ്റില്ല ഇവിടെ. മൊബൈൽ ഷോപ്പുകളൊക്കെ ഉണ്ട് ഈ സൈഡിലായിട്ട്. പിന്നെ കൂടുതലായിട്ട് കാണുന്ന പലഹാരങ്ങളുടെ ഷോപ്പുകളാണ് കേട്ടോ. ഈയിടെ സൈഡിൽ കണ്ടില്ലേ, റോഡ് സൈഡിൽ സ്നാക്സ് ഒക്കെ വീഴുന്ന കടകളൊക്കെ ധാരാളമാണ്. ഇവിടെ എല്ലാം സോക്സാണ് കൂട്ടിയിട്ടിരിക്കുന്നത് കേട്ടോ. എല്ലാം കംപ്ലീറ്റ് സോക്സാണ്. പച്ച ചീരയൊക്കെ വിൽക്കുന്നുണ്ട്. പലതരത്തിലുള്ള കച്ചവടങ്ങൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. എല്ലാം ഫ്രൂട്ട്സൊക്കെ ഫ്രഷാണ്. ഇവിടെ തന്നെ ഫാമിൽ കൃഷി ചെയ്തെടുക്കുന്നതാണ് പകുതി ഫ്രൂട്ട്സ്. ഒരു ആപ്പിളിനൊക്കെ വളരെ വില കുറവാട്ടോ. ഈ ഭാഗത്തെല്ലാം മോഡേൺ ടൈപ്പ് ക്ലോത്ത്സിൻ്റെ ഷോപ്പുകളായി ഈ ഭാഗത്തെല്ലാം കാണുന്നത്. ഇനി നമ്മുടെ വല സൈഡിലാണ് ഇവിടുത്തെ മെയിൻ റോഡാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ മാർക്കറ്റിനകത്തോട്ട് ഞാൻ കയറിയിട്ടില്ല. ഇപ്പോൾ ഞാൻ സൈഡ് വഴി തജ്രിഷ് സ്ക്വയറിൻ്റെ ഭാഗത്ത് കാണുന്നുണ്ടെങ്കിൽ ഇവിടുന്ന് കുറച്ച് പേര് നടന്നാൽ മതി. അവിടെ ഒരു മോസ്കൊക്കെ ഉണ്ട്. ഈ ഭാഗത്തായിട്ട് ബ്രാൻഡഡ് ഷൂസ് വിൽക്കുന്ന ഷോപ്പൊക്കെ കാണാം കേട്ടോ. ലേഡീസിന് വേണ്ടിയിട്ടുള്ള ക്ലോത്ത്സാണ് ഇടത് സൈഡിലെല്ലാം കാണുന്നത്. ഇത് ലേഡീസ് ഡ്രസ്സുകളുടെ ഷോപ്പാണ് ഇടത് സൈഡിലുള്ളത്. പിന്നെ ഇവിടെ വീട്ടുപകരണങ്ങൾ
കിച്ചൺ അക്സസറീസ് ഒക്കെ ചെയ്യുന്ന ഷോപ്പുണ്ട്. ടീഷർട്ടുകൾ ചില സൈഡിൽ ധാരാളം ഇട്ടിട്ടുണ്ട്. അതുപോലെ ലേഡീസ് ഗാർമെൻറ്റ്സും ഒക്കെ ഉണ്ട്. ഇത് മാർക്കറ്റിനകത്തേക്കുള്ള ഒരു വഴിയാണ് ഈ കാണുന്നത്. ഓർണമെൻറ്റ്സിൻ്റെയൊക്കെ ഷോപ്പ് ഉണ്ടായിരുന്നു, ഇപ്പോൾ കഴിഞ്ഞു പോയതുള്ളൂ. പാട്ടുമാടൊക്കെ കേൾക്കുന്നുണ്ട്, എന്താണെന്ന് നോക്കാം. ഈ വഴി സൈഡിലെല്ലാം ധാരാളം സ്ട്രീറ്റ് പെർഫോമേഴ്സാണ്. ഗിറ്റാർ വായിക്കുന്നുണ്ട്. ഇനി ഇതുപോലത്തെ വാദ്യോപകരണങ്ങളൊക്കെ ചെയ്ത് അവരുടെ കഴിവ് തെളിയിക്കുന്നുണ്ട്. ഞാനിങ്ങനെ 12 തവണ അവർക്ക് കൊടുത്തിട്ട് മുമ്പോട്ട് നടക്കുകയാണ്. നമ്മളങ്ങനെ നടന്ന് തജ്രിഷ് സ്ക്വയറിൻ്റെ ഭാഗത്ത് എത്തിച്ചേർന്നിരിക്കുകയാണ്.
ഈ കാണുന്ന സ്ഥലമാണ് ഇറാനിലെ ഏറ്റവും ബിസിയസ് ആയിട്ടുള്ള സ്ഥലം എന്ന് പറയുന്നത്. ഇവിടെ നിന്നാണ് നമുക്ക് എല്ലാ ഭാഗത്തേക്കുള്ള ക്യാബ്സൊക്കെ കിട്ടുന്നത്. അതുപോലെ തന്നെ ബസ് ടെർമിനലും എല്ലാം ഇവിടെ നിന്ന് തന്നെയാണുള്ളത്. ഇവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ടാണ് ഈ കിടക്കുന്നത് യെല്ലോ കളറുള്ള ബസ്. താജ്രിഷ് ബാസാർ എന്ന് പറഞ്ഞാൽ ഏറ്റവും തിരക്കുകൂടിയൊരു വലിയ ബാസാറാട്ടോ. അവിടെ ഇല്ലാത്ത ഐറ്റംസ് ഒന്നുമില്ല. വളരെ മനോഹരമായിട്ടുള്ളൊരു മോസ്ക് ഇവിടെയുണ്ട്. നമുക്ക് അടുത്ത വീഡിയോയിൽ ബാസാറൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം. دامن راستی می‌گی؟